ഇന്ന് നമ്മളോടുള്ളത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും പുതിയ വെഹിക്കിളായിട്ടുള്ള Curvv ആണ്. ഇന്ന് രാവിലെ 11:30 വാഹനത്തിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ഉണ്ടായിരുന്നത്. ഡീലർഷിപ്പിലും ലോഞ്ചുകളും കാര്യങ്ങളും ഒക്കെ തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ ലെക്സൺ മോട്ടോഴ്സിൻ്റെ ഡീലർഷിപ്പിലാണ്. വെഹിക്കിളിൻ്റെ ഡീലർഷിപ്പ് ലോഞ്ചും ഇന്ന് തന്നെയായിരുന്നു. SUV കൂപ്പേ ഡിസൈനിൽ ഒരു ഇന്ത്യൻ മാനുഫാക്ചർ ആദ്യമായിട്ട് നിരത്തിലെത്തിച്ച വാഹനമാണ് Curvv. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് വാഹനത്തിന് ടോട്ടലി ടാറ്റ നൽകിയിരിക്കുന്നത്. ഇൻഡസ്ട്രിയിൽ തന്നെ ആദ്യമായിട്ടാണ് സെഗ്മെൻറ്റ് കൂപ്പേ SUV എന്നൊരു ഡിസൈനിലൊരു വാഹനം എത്തുന്നത്. ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ ലാംഗ്വേജാണ് ഈ വാഹനത്തിന് ടോട്ടലി ഉള്ളത്. ഡിസൈനെപ്പറ്റി പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യം ഫസ്റ്റ് ഇംപ്രഷനായിട്ട് നമ്മുടെ കണ്ണിൽ പെടുന്നത് ഇതിൻ്റെ കീ ആണ്. ഇത്രയും നാൾ നമ്മൾ കണ്ടുവന്ന ഒരു കീ ഡിസൈൻ അല്ല. നമ്മൾ പണ്ട് മാൻസിലൊക്കെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ടോട്ടലി ഫ്രഷ് ആയിട്ടുള്ളൊരു കീ എന്ന് തന്നെ പറയാം. ഒരു പ്രീമിയം ഫീൽ നമുക്കിത് കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ലഭിക്കുന്നുണ്ട്. വെഹിക്കിളിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുമ്പം നമുക്ക് കണക്റ്റഡ് DRLs ആണ് വെഹിക്കിളിൽ വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഉള്ള പഞ്ച് EV നെക്സോൺ EVയിലെല്ലാം കണ്ട ഒരു സ്റ്റൈലിങ്ങിൽ തന്നെയാണ് ഈ കണക്റ്റഡ് DRLs ടാറ്റ നൽകിയിട്ടുള്ളത്. അതിന് താഴെയായിട്ട് വേറൊരു ഹൗസിംഗ് ആയിട്ടാണ് LED ഹെഡ് ലാംപ്സ് വരുന്നു. അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെയായിട്ട് ഈ കോർണറിങ് ഫംഗ്ഷനോട് കൂടിയ LED ഫോഗ് ലാംപ്സ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഫോഗ് ലാംപ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു എയറോ ഇൻസേർട്ടോട് കൂടിയ വെൻസ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പല ബ്രാൻഡിലും ഇത് ക്ലോസ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഇതിൽ ഓപ്പൺ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ബമ്പറിലായിട്ട് ഒരു ക്രോം ഡിസൈനിൽ കുറച്ച് എയർ ഡാം ഡിസൈൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ നമുക്ക് 360 ക്യാമറ, ഫ്രണ്ട് ക്യാമറ കാണാൻ പറ്റും. അതിൽ സെൻസേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മൾ പഞ്ച് EVയിൽ കണ്ട പോലെ ചാർജിങ് പോർട്ട് ഈ വാഹനത്തിൻ്റെയും ഫ്രണ്ടിലാണ് അവർ പൊസിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അകത്തുനിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടോട്ടലി ബമ്പർ സൈഡിലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നെക്സോണിലൊക്കെ കണ്ട ഒരു ചെറിയ ഡിസൈൻ ലാംഗ്വേജ് നമുക്ക് ഇതിലും കാണാൻ പറ്റും. വാഹനത്തിൻ്റെ സൈഡ് പോർഷനിലേക്ക് പോകുമ്പം ആദ്യം നമ്മുടെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് 18 ഇഞ്ചസിൻ്റെ വലിയൊരു എയറോ ഇൻസേർട്ടോട് കൂടിയ അലോയ് വീൽസാണ്. 215/55 ആണ് ടയർ പ്രൊഫൈൽ വരുന്നത്. അതിന് മുകളിലായിട്ടൊരു ഗ്ലോസി ബാക്കിലുള്ള ഒരു വീലർച്ചും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൈഡ് പാനലിലേക്ക് പോകുമ്പം ORVMs ഓട്ടോ ഫോൾഡോട് കൂടിയതാണ്. അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 360 ക്യാമറയിലുള്ള ഒരു ക്യാമറ പാർട്ട് നമുക്കതിൽ കാണാൻ പറ്റും. താഴെയായിട്ട് .TV എന്ന് പറഞ്ഞ AVയുടെ ഒരു ബാഡ്ജിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലാണെങ്കിലും ഡോറിൻ്റെ സൈഡ്സിലും നമുക്ക് ആ പിയാനോ ബ്ലാക്ക് ഫിനിഷ് അവർ അതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പുറത്തുനിന്ന് തന്നെ നമുക്ക് വണ്ടിയുടെ വിൻഡോസ് കാണുമ്പോൾ അറിയാം, അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള വിൻഡോസാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഉള്ളിലെ കാഴ്ചകളാണെങ്കിലും പുറത്തുനിന്ന് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കേർവിൽ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചറായിട്ട് വന്നിട്ടുള്ളത് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ്. നമ്മൾ നേരത്തെ XUV700 പോലുള്ള വാഹനങ്ങളൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് ഈ വാഹനത്തിലും വന്നിട്ടുള്ളത്. അത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, യൂസ് ചെയ്യാനൊക്കെ എളുപ്പം തന്നെയാണ്. നമ്മുടെ സൈഡിൽ നിന്നും റിയർ പോർഷനിലേക്ക് പോകുമ്പോഴാണ് ഈ SUV കൂപ്പേ ഡിസൈനിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി നമുക്ക് എടുത്തറിയിക്കുന്നത്. അത്യാവശ്യം നല്ല ലുക്കാണ് വെഹിക്കിൾ നമുക്ക് ഒരു സൈഡ് പോർഷനിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. റിയർ പോർഷനിലേക്ക് പോകുമ്പം ഷാർക്ക് ഫിൻ ആൻറ്റിനോട് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴെയായിട്ട് ഡുവൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള സ്പോയിലർ നമുക്ക് കാണാൻ പറ്റും. അതിൽ റിയർ ഡിഫോഗർ ലൈൻസ് ഒക്കെ ഗ്ലാസ്സിൽ കാണുന്നുണ്ട്. കണക്റ്റഡ് LED ടെയിൽ ലാംപ്സ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. അതിന് നടുക്കായിട്ട് ടാറ്റയുടെ ലോഗോയുടെ മുകളിൽ ഒരു ചെറിയ ടെയിൽ ലാമ്പും വരുന്നുണ്ട്. റിവേഴ്സ് ലാമ്പും റിഫ്ലക്ടറും വേറെ പ്രത്യേക ഒരു ഹൗസിംഗ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നടുക്കായിട്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ Curvv എന്നൊരു വലിയ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു 360 ക്യാമറയുടെ റിയർ ക്യാമറയും കാണാൻ പറ്റും. ബമ്പർ സൈഡിലും വലിയ രീതിയിലുള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വന്നിരിക്കുന്നത്. അതിൽ റിയർ സെൻസേഴ്സും കാണാൻ പറ്റുന്നുണ്ട്. താഴെയായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ് നൽകിയിട്ടുണ്ട്. അതിൽ നൽകിയിരിക്കുന്ന ഡിസൈനും അടിപൊളിയായിട്ടുണ്ട്. ടോട്ടലി നോക്കുമ്പം ഈ വാഹനത്തിൻ്റെ സൈഡും അതുപോലെ തന്നെ റിയർ ഡിസൈനുമാണ് നല്ല രീതിക്ക് എടുത്തു നിൽക്കുന്നത്. 500 ലിറ്റേഴ്സിൻ്റെ മാസീവായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എത്ര വലിയ ദൂരം പോകുന്ന സമയത്തും എന്തുമാത്രം ലഗേജ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു വാഹനത്തിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. V2V ചാർജിങ് പോലെ വെഹിക്കിൾ ടു ഗാഡ്ജറ്റ് അങ്ങനെയുള്ള സിസ്റ്റം പോർട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൂട്ട് ലാമ്പും നൽകിയിട്ടുണ്ട്. 35 ലിറ്റേഴ്സിൻ്റെ ഒരു സ്പേസ് നമുക്ക് ബോണറ്റിനുള്ളിൽ ലഭിക്കുന്നുണ്ട്. കേർവിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കിടക്കുമ്പം നമുക്ക് അത്യാവശ്യം നല്ല നൈസ്ലി ഫീലായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് കാണാൻ പറ്റുന്നത്. അത്ര പുതുമയുള്ളൊരു ഇൻറ്റീരിയർ ആണോ എന്ന് ചോദിച്ചാൽ ശരിക്കും നമ്മൾ നെക്സോൺ EVയിൽ കണ്ട അതേ സെയിം ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ഈ വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഡോർ പാർട്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പവർ വിൻഡോ സ്വിച്ചസും കാര്യങ്ങളും എല്ലാം തന്നെ ഒരു ഫ്ലോട്ടിംഗ് ഡിസൈനിലാണ്. നമുക്ക് ഈസിലി അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. താഴെ ചെറിയൊരു സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 26 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ വരുന്നത്. അത്യാവശ്യം EV വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി ഇൻഫോർമേഷൻസ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ടാറ്റയുടെ ഇലുമിനേറ്റഡ് സ്റ്റിയറിംഗ് വീൽസും വരുന്നുണ്ട്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽസാണ്. അതിലൊരു ലെതർ റാപ്പിങ്ങും കാണാൻ പറ്റും. ഇത് ടോപ്പ് വേരിയൻ്റ് ആണ്. ടോപ്പ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലാണ് നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം ലഭിക്കുന്നത്.
31 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സിനിമാറ്റിക് ഡിസ്പ്ലേ ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആയിട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ ടാറ്റയുടെ ഒരു യൂണീക്കായിട്ടുള്ള ArtK.tv എന്ന് പറയുന്ന ഒരു സിസ്റ്റവും ഇതിൽ വരുന്നു. ഒരു ആപ്പ് സ്റ്റോർ പോലാണ്. നെറ്റ്ഫ്ലിക്സ് പോലുള്ള സ്ട്രീമിംഗ് ആപ്സൊക്കെ നമുക്കിതിൽ സ്ട്രീം ചെയ്യാൻ പറ്റും. ടച്ച് ഫീലും കാര്യങ്ങളും എല്ലാം തന്നെ അടിപൊളിയാണ്. താഴെയായിട്ട് നമുക്ക് മൂഡ് ലൈറ്റ്സ് കാണാൻ പറ്റും, AC വെൻസും കാര്യങ്ങളും. അവിടെ തന്നിരിക്കുന്ന ഡിസൈനും കാണാൻ തന്നെ വളരെ രസമുണ്ട്. അതിന് താഴെയായിട്ടൊരു ലെതർ സ്റ്റിച്ചിങ് പോലുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഫിജിറ്റൽ കൺട്രോൾസ് ആണ് ഈ വാഹനത്തിൽ ബാക്കിയായിട്ട് വരുന്നതെല്ലാം. അതിൽ നമ്മൾ നെക്സോണിൽ കണ്ട പോലെ തന്നെ സെയിം ആണ്. AC-യുടെ ടൂക്കിൾ സ്വിച്ചസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഫിജിറ്റൽ കൺട്രോൾസ് ആയിട്ടാണ്, സോഫ്റ്റ് ടച്ച് ആയിട്ടാണ് പറയുന്നത്. അതിൽ ബൂട്ടിൻ്റെ സ്വിച്ചസ്, അതുപോലെ AC-യുടെ ബാക്കി കൺട്രോൾസ് ബാക്കിയെല്ലാം വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, അവിടെ പവർ ഔട്ട്ലെറ്റും നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പം ഇതിൻ്റെ ഡ്രൈവ് സെലക്ടറാണ്. അതിൽ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അതുപോലെ പാർക്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മൾ നെക്സോണിലും അതുപോലെ ഹാരിയറിലും കാണുന്ന ആ സെയിം ഒരു സിസ്റ്റം തന്നെയാണ്. ഇതിലതുപോലെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കും ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനും വരുന്നുണ്ട്. അതിനുശേഷം ഡ്രൈവ് സെലക്ടർ, സിറ്റി, എക്കോ, സ്പോട്ട് എന്ന് പറയുന്ന ഒരു 3 ഡ്രൈവ് സെലക്ടർ മോഡും വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ് ഈ വാഹനത്തിൽ. ഫ്രണ്ട് ആംബ്രസ്റ്റും ഉണ്ട്. ആംബ്രസ്റ്റിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഗ്ലൗ ബോക്സ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡോർ പാനലിന് സൈഡിലുള്ള ഡിസൈൻസും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ലെതർ സീറ്റ്സ് ആണ് വരുന്നത്. സീറ്റ് വെൻറ്റിലേഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോ ഡിമ്മിങ്ങോട് കൂടിയ മിറേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നോക്കുമ്പം എ-കോൾ, ബി-കോൾ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ഒരു സ്വിച്ചസ് കൊണ്ട് നമ്മൾ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു എമർജൻസി കോളായിട്ട് അത് അവിടെ ചെല്ലും. നമുക്ക് അവിടെ നിന്ന് തിരിച്ച് കോൾ വരും. അതുപോലെ തന്നെ പനോരമിക് സൺറൂഫാണ് വരുന്നത്. സൺറൂഫിൻ്റെ സ്വിച്ചാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിലിറ്റി ഉള്ള വലിയൊരു പനോരമിക് സൺറൂഫാണ് നൽകിയിരിക്കുന്നത്. വോയിസ് അസിസ്റ്റഡ് കൂടിയാണ്. വോയിസ് അസിസ്റ്റഡ് ഫംഗ്ഷനിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സൺറൂഫ് തുറക്കുകയോ അടയ്ക്കുകയോ എല്ലാം ചെയ്യാം. റിയർ പോർഷനിലേക്ക് പോകുമ്പം അവരുടെ സിഗ്നേച്ചർ 90 ഡിഗ്രി ഓപ്പണിംഗ് ഡോർസ് നൽകിയിട്ടില്ല. അത്യാവശ്യം വൈഡായിട്ട് തന്നെ തുറക്കുന്നുണ്ട്. അതിനകത്ത് റിയർ പോർഷനിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് ഡോർ പാർട്സിൽ ആദ്യം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. അത് ക്രോം ഡോർ ഹാൻഡിൽസുമാണ് നൽകിയിരിക്കുന്നത് ഉള്ളിൽ. അതുപോലെ പവർ വിൻഡോ സ്വിച്ചസും കാര്യങ്ങളും എല്ലാം ഫ്രണ്ടിലെ പോലെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് ഡിസൈനിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. താഴെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. JBLൻ്റെ സ്പീക്കറും കാണാം. അത്യാവശ്യം കംഫർട്ടോടു കൂടി തന്നെ ഇരിക്കാൻ പറ്റുന്നൊരു സീറ്റിംഗ് ഏരിയയാണ് ഇതിലുള്ളത്. നെക്ക് റൂമും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് തന്നെയുണ്ട്. എനിക്ക് തൈ സപ്പോർട്ടാണെങ്കിലും അത്യാവശ്യം നല്ലപോലുള്ള തൈ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഇച്ചിരി കൂടെ ചാരി ഇരിക്കുന്ന ഒരു പ്രതീതിയാണ്. നമ്മൾ സാധാരണ ഇരിക്കുന്നതിനെക്കാളും കുറച്ചുകൂടെ റിക്ലൈൻഡായിട്ട് ഇരിക്കുന്ന ഒരു പ്രതീതിയാണ് ഈ വാഹനത്തിൽ ഇരുന്നപ്പം ഫീൽ ചെയ്തത്. സെൻറ്ററിൽ ഒരു ഹാൻഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കപ്പ് ഹോൾഡേഴ്സും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഒരു 6 അടിയൊക്കെ നീളമുള്ള ആളിരുന്ന് കഴിഞ്ഞാലും നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം കംഫർട്ടായിട്ട് തന്നെ ഈ വാഹനത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. 2 ഹെഡ് റെസ്റ്റ് ആണ് നൽകിയിരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ISO ഫിക്സ്, നമുക്ക് ചൈൽഡ് സീറ്റൊക്കെ സെറ്റ് ചെയ്യാനുള്ള ISO ഫിക്സ് എന്ന ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് Curve.tvയുടെ വേരിയൻസിനെ പറ്റിയും അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ പവർ ട്രെയിനെ പറ്റിയും ഒന്ന് നോക്കാം. ക്രിയേറ്റീവ്, അക്കംപ്ലിഷ്ഡ്, എംപവേർഡ് എന്നിങ്ങനെ 3 വേരിയൻസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. 2 ബാറ്ററി പാക്കും വരുന്നുണ്ട്. 45 kWh അതുപോലെ തന്നെ 55 kWh. ഈ 2 ബാറ്ററി പാക്കിനെയും സ്പ്ലിറ്റപ്പ് ചെയ്താണ് 3 വേരിയൻസിലായിട്ട് നൽകിയിരിക്കുന്നത്. ബേസ് വേരിയൻ്റായ ക്രിയേറ്റീവിൽ 45 kWh ബാറ്ററി മാത്രമാണ് ലഭിക്കുന്നത്. അതിനെ ക്രിയേറ്റീവ് 45 എന്ന് പറയും. അതിനുശേഷം അക്കംപ്ലിഷ്ഡ് എന്ന വേരിയൻറ്റിൽ എത്തുമ്പം അതിൽ അക്കംപ്ലിഷ്ഡ് 45 അതുപോലെ തന്നെ അക്കംപ്ലിഷ്ഡ് 55 എന്നും പറഞ്ഞ് 2 ബാറ്ററി പാക്ക് ഓപ്ഷൻ ആ വേരിയൻസിൽ ലഭിക്കും. ടോപ്പ് വേരിയൻ്റായ എംപവേർഡ് പ്ലസിൽ 55 kWh ബാറ്ററി മാത്രമാണ് ലഭിക്കുന്നത്. 4310 mm ലെങ്ത്തും 1810 mm വിഡ്ത്തും 1637 mm ഹൈറ്റുമാണ് Curve.tvക്ക് ഉള്ളത്. 2560 mm ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ്. 186 mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ടാറ്റ മോട്ടോഴ്സ് തന്നെ വികസിപ്പിച്ചെടുത്ത ActE.ev എന്ന് പറയുന്ന EV പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം വരുന്നത്. 45 kWh ബാറ്ററി പാക്കിന് 502 കിലോമീറ്ററും അതുപോലെ തന്നെ 55 kWh ബാറ്ററി പാക്കിന് 585 കിലോമീറ്ററുമാണ് ടാറ്റ ക്ലെയിം ചെയ്യുന്ന റേഞ്ച്. 45 kWh ബാറ്ററി പാക്ക് വരുന്ന വേരിയൻസിന് 150 PS ആണ് പവർ വരുന്നത്. അതുപോലെ തന്നെ 55 kWh ബാറ്ററി പാക്ക് വരുന്ന വേരിയൻസിന് 167 PS ആണ് പവർ വരുന്നത്. 2 ബാറ്ററി പാക്കിനും 250 Nm ആണ് ടോർക്കായിട്ട് വരുന്നത്. ഇതൊക്കെ തന്നെയാണ് Curve.tvയെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. വാഹനത്തിൻ്റെ ഒരു ഫുൾ റൈഡ് റിവ്യൂ നമ്മൾ എത്രയും പെട്ടെന്ന് ചാനലിൽ ചെയ്യുന്നതായിരിക്കും. വാഹനം കേരളത്തിലുള്ള ഡീലർഷിപ്പുകളിലെല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാവരും പോയി ഡീലർഷിപ്പിൽ പോയി വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക.